നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നീർത്തട പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിനും കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിനുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന നടത്തി. അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുന്ന തേക്കടിയിലെ ഷട്ടറിന് സമീപത്താണ് 5 ജില്ലാ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമായി ഈ പ്രാർത്ഥന നടത്തിയത്. തേനി ജില്ലയിൽ 14,707 ഏക്കർ ഇരിപ്പൂ നിലങ്ങൾ പെരിയാർ അണക്കെട്ടിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഒന്നാം വിള ഇറക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ ആദ്യവാരം അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുക പതിവാണ്. എന്നാൽ ഈ വർഷം വേണ്ടത്ര മഴ ലഭിക്കാത്തതിനാൽ ഇതുവരെ ജലസേചനത്തിനായി വെള്ളം തുറന്നുവിട്ടില്ല. ഇന്നലത്തെ കണക്കനുസരിച്ച് പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 112.90 അടിയായി മാത്രമാണ്. തേക്കടിയിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് സമീപമുള്ള ജയദുർഗ ക്ഷേത്രത്തിന് പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഇവർ ഷട്ടറിന് മുന്നിലെത്തിയത്. ചടങ്ങിൽ 5 ജില്ലാ കർഷക സംഘം വർക്കിംഗ് പ്രസിഡന്റ് എസ് മനോഹർ അധ്യക്ഷത വഹിച്ചു. കമ്പം വാവർപള്ളി ജമാഅത്ത് പ്രസിഡന്റ് സൈനുലാബുദ്ദീൻ, അബ്ബ വാവർപള്ളി ചീഫ് മൗലവി അലാവുദ്ദീൻ, അതുപോലെ തന്നെ റിവൈറൽ ചർച്ച് ബിഷപ്പ് ജ്ഞാനപ്രകാശം, കമ്പം വേലപ്പർ കോവിൽ പൂജാരി രവി എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവമത പ്രാർത്ഥന നടത്തിയത്. ചടങ്ങിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജഗോപാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്ര, കർഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു.